വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം മറ്റേതെങ്കിലും മുന്നണിയിലേക്ക് ചേരാനുള്ള സാധ്യത എങ്ങനെയാണ്? അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്, ഇപ്പൊ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? അത്തരം കാര്യങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു സംവിധാനത്തിൽ ഇടപെടും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് പാർട്ടി ശക്തിപ്പെടുത്തുക, അതിനോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടലും നടത്തുക, അങ്ങനെ അത്ര മാത്രമേ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പാർട്ടികളെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊന്നും ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ശക്തിപ്പെടുത്തുക, നമ്മൾ ഒറ്റയ്ക്ക് ഇടപെടൽ നടത്തുക, അത്ര മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. NDAയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം നൽകിയിരുന്നു എന്ന്. ആ കേസിന്റെ ഇതെന്താണ്? ആ കേസിന്റെ കാര്യം ഇപ്പോൾ കോടതിയിലാണുള്ളത്. കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് കോടതിയിലായ കേസാണല്ലോ, അത് കോടതി വഴി അതിന്റെ മുറ പോലെ നടക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. K. സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ സമയത്തും ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തിരുന്നു. ഈ മുന്നണി എന്നുള്ള നിലയിൽ അതിൻ്റെ വിഹിതം ഞങ്ങളെയും കൂടെ മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിക്കണമെന്ന്. അപ്പോൾ അതിനുള്ള യാതൊരു നടപടിയും ശരിക്കും ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപ് ആദ്യം NDA വിട്ടിരുന്നു, പിന്നീടും NDAയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇനി അത്തരത്തിലൊരു നിലപാട് വീണ്ടും സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ചർച്ചകൾക്ക് ശേഷം? അങ്ങനെയുള്ള ഒരു നിലപാട് ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയും നടത്തിയിട്ടില്ല. NDA വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. എന്നിട്ട് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളത്, അത് തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ആരെങ്കിലും സംസ്ഥാന ഈ ഒരു NDAയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നേതാക്കന്മാർ വിളിച്ച് സംസാരിച്ചിരുന്നോ, ചർച്ച നടത്തിയിരുന്നോ? ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇന്നലെ കുറച്ച് പേര് വിളിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ മാധ്യമങ്ങൾ വിളിച്ച് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് അവരോട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല.